ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലെല്ലാം നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഓരോ ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്, ദെൻ ഡൈനാമിക്സ് ഓഫ് മോഷൻ, ഓസിലേഷൻസ്, ദെൻ ഡൈനാമിക്സ് ഓഫ് റൊട്ടേഷൻ മോഷൻ, ദെൻ ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വന്ന ടോപ്പിക്സുകൾ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് ഒരു ഇന്റേണൽ എക്സാമിനേഷനൊക്കെ ടൈമായിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാണ്ട് പോകുന്നത് ഇതിന്റെ ഒരു ടോട്ടൽ റിവിഷൻ. ഓക്കെ, അതായത് നമ്മുടെ ഈ ടോപ്പിക്സുകൾ റിവിഷനും ദെൻ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇതിന്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് മാത്രമേ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പ്രോബ്ലംസ്, ബാക്കിയുള്ള പ്രോബ്ലംസും ദെൻ ടെക്സ്റ്റ് റിലേറ്റഡ് പ്രോബ്ലംസും പിന്നീട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക ഈ ടോപ്പിക്സുകൾ. പ്രോബ്ലം സെഷൻസ് അത്യാവശ്യം ഉണ്ട് ക്വസ്റ്റ്യൻസിൽ. ദെൻ അതിൽ പറയേണ്ടത് ഓരോ ടോപ്പിക്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സോട് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ടോപ്പിക്സുകൾ പ്രത്യേകം മാർക്ക് ചെയ്ത് വെച്ച് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതില് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡൈനാമിക്സ് ഓഫ് മോഷൻ. ഓക്കെ, അപ്പൊ ഡൈനാമിക്സ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് അവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡൈനാമിക്സ് ഓഫ് മോഷനിൽ തന്നെ മെയിൻലി നമ്മൾ നോക്കുന്നത് നമ്മുടെ വർക്ക്. ഓക്കെ, വർക്കിനെ കുറിച്ചും ദെൻ വർക്കിനെ കുറിച്ച് നമ്മളൊരു ഐഡിയ നോക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ വർക്കും റിലേറ്റ് ചെയ്ത് നമുക്ക് എനർജിയും കൂടി വരുന്നല്ലോ. വർക്കും എനർജികളുടെ മെയിൻ ടോപ്പിക്സ്. ഓക്കെ, അപ്പൊ എനർജി നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയും ദെൻ അങ്ങനെ കൺസർവേഷൻ ലോസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ആ ഒരു വർക്കിനെ കുറിച്ചും വർക്കും കൈനറ്റിക് എനർജിയുമായിട്ടുള്ള ആ ഒരു റിലേഷനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ആയിരിക്കും. അപ്പൊ പ്രോബ്ലംസ് പറഞ്ഞതിന്റെ കൂടെ തന്നെ നമുക്ക് അതിന്റെ തിയറി പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്താം. അപ്പൊ നമ്മൾ വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ വർക്കിന്റെ ഇക്വേഷൻ W=F.S എന്നാ പറയുന്നത്, അല്ലെങ്കിൽ FS cos തീറ്റ എന്ന് പറയാറുണ്ട്. അപ്പൊ മിക്കവരും അവിടെ FS എന്ന കാര്യം മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ FS എന്ന കാര്യം മാത്രം നോക്കുന്ന സമയത്ത് ആ കോസ് തീറ്റ കമ്പൗണ്ട് എന്ത് ചെയ്യും മറന്നു പോകും. ഓക്കെ, അപ്പൊ അവിടെ ക്വസ്റ്റ്യനിൽ ഒരു ആംഗിളോ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആംഗിൾ അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട് അവിടെ വരാറുണ്ട്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം അവിടെ ഒന്ന് എലിമിനേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി ഇക്വേഷൻസ് പഠിക്കുമ്പോൾ കോസ് തീറ്റ കമ്പൗണ്ട് ഉണ്ടെങ്കിൽ കോസ് തീറ്റ കമ്പൗണ്ട് ആയിട്ട് സൈൻ തീറ്റ കമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം സൈൻ തീറ്റ കമ്പൗണ്ട്സ് എന്ത് ചെയ്യണം നമ്മളവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, പിന്നെ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ന്യൂട്ടന്റെ ലോ ഉപയോഗിച്ച് നമുക്ക് വർക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ എനർജീസിനെ കുറിച്ചോ ഒരു ഐഡിയാസ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പുതുതായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വർക്കും അതുപോലെ തന്നെ എനർജീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ദാറ്റ് ഈസ് എ പേഴ്സൺ പുൾസ് എ ടേബിൾ ഹൊറിസോണ്ടലി വിത്ത് എ ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 300 ന്യൂട്ടൺ. ഓക്കെ, അതായത് ഒരാൾ എന്ത് ചെയ്യാണ് ഹൊറിസോണ്ടലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് ഈ ഫോഴ്സ് ഡയഗ്രാം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഫോഴ്സ് നമ്മൾ ഏത് ഡയറക്ഷനിലൂടെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന നമ്മൾ എന്തിനാണ് അവിടെ മാർക്ക് ചെയ്തതായിട്ടുണ്ട്. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷൻ ഫോർവേഡ് ഡയറക്ഷൻ, ബാക്ക്വേർഡ് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക, അപ്വേർഡ് ഡയറക്ഷൻ, ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, കാരണം ഇതൊരു ഡയഗ്രാംസ് വരച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫോഴ്സ് എവിടേക്ക് അപ്ലൈ ചെയ്തു നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു ഒരു പോസിറ്റീവ് എക്സ് ആക്സിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം മറ്റൊരു ഫോഴ്സ് ഇതിന് എന്ത് ചെയ്തു അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി മറ്റൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വേർഡ്സിൽ പറയുമ്പോൾ നമ്മൾ അതിനെ ഡയറക്റ്റോട്ട് മാറ്റാനായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഡയറക്റ്റോട്ട് മാറ്റാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, ബട്ട് ഇത് അവിടെ വെക്ടർ ആയിട്ട് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, വെക്ടറൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം അവിടെ ചോദിക്കാം. അല്ലെങ്കിൽ വെക്ടറിന്റെ റിസൾട്ടന്റ് വെക്ടേഴ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്കത് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് ആ വെക്ടേഴ്സിനെ കുറിച്ച് പ്രോപ്പർട്ടി, കാരണം അത് ബേസിക് ആണ് അവിടെ. അതിന്റെ ആപ്ലിക്കേഷൻ മൊത്തം വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ ആപ്ലിക്കേഷൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് അവിടെ ഫസ്റ്റ് പോവാതെ ഇങ്ങോട്ട് തന്നെ വന്ന് ആ ബേസ് നമുക്ക് അതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ചാപ്റ്റേഴ്സിന് പ്രോബ്ലം ആയിട്ട് അങ്ങനെ ചോദിക്കാറുള്ളൂ. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അപ്പൊ ഞാനിവിടെ പറഞ്ഞ വേറൊന്നുമില്ല, നമ്മുടെ ഈ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങൾക്ക് ബേസിക്കലി പഠിക്കാനായിട്ടില്ല, നിങ്ങൾ ആ ടെക്സ്റ്റിലുണ്ട്, മെയിൻ ടെക്സ്റ്റ് ബുക്കിലത്തെ ടോപ്പിക് ഉണ്ട്, ബട്ട് പഠിക്കാനില്ല. അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനിലോട്ടാണോ നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണോ, അല്ലെങ്കിൽ എത്ര ആംഗിളാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലോട്ട് വരാമല്ലോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ്
A person pushes a table horizontally with a force of magnitude 300 ന്യൂട്ടൺ. ഓക്കെ, ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടേബിൾ അവിടെ മൂവ് ചെയ്യുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. കാരണം ഇതിലുള്ള മിക്ക ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി എടുത്താൽ നമുക്ക് അതിന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഒന്നും തന്നിക്കത്തില്ല. ഓക്കെ, നമ്മളൊന്ന് വായിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇപ്പോൾ ഫസ്റ്റ് എ പേഴ്സൺ പുഷ് എ ടേബിൾ ഹോറിസോണ്ടലി വിത്ത് എ ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 300 ന്യൂട്ടൺ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടേബിളിൽ ഒരു ഫിഗർ ഒക്കെ ഒന്ന് വരയ്ക്കുക, ജസ്റ്റ് ഒന്ന് വരയ്ക്കുക റഫായിട്ട്. ഹൊറിസോണ്ടലാണ് മൂവ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മീൻസ് ഇതാണ് ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ എങ്ങനെയായിരിക്കും, മുകളിലോട്ടാണ് നമ്മൾ വെർട്ടിക്കൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഹൊറിസോണ്ടൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ പ്രത്യേകിച്ച് പറയുന്നില്ല, ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു. ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, മൂവ്മെന്റ് അല്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തെ സൈഡിന്റെ ആരോ വരയ്ക്കാം. സോ ഇങ്ങോട്ടാണ് പുഷ് ചെയ്ത് കൊടുക്കുന്നത്. സോ എത്രയായിരിക്കും, ഒരു 300 ന്യൂട്ടൺ അപ്ലൈ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ബോഡിനെ അവിടെ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത് മൂവ് ചെയ്ത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, ഇത് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഏതാണ്ട് ഒരു 5 മീറ്റർ എന്ത് ചെയ്തു, അവിടെ നിന്ന് അതിനെ മൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ പേഴ്സൺ. ഓക്കെ, ആ ഒരാൾ ചെയ്ത വർക്ക് എത്രയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ പേഴ്സൺ. ആ ഒരു വ്യക്തി അവിടെ അപ്ലൈ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ കൊടുക്കുന്ന വർക്ക് എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കേസിൽ ഈ വർക്ക് എത്രയെന്ന് അറിയണമെങ്കിൽ നമുക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് എടുക്കാം, അവിടെ എന്തൊക്കെയുണ്ട്, ആ രണ്ട് കമ്പിൾസ് നമ്മൾ ആദ്യം ഇക്വേഷൻ നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കാം അവിടെ എന്തൊക്കെ ചോദിക്കുന്നു. അപ്പൊ നമ്മൾ കണ്ടു എന്ത് ചോദിക്കുന്നു, വർക്ക് ചോദിക്കുന്നു. ഈ വർക്കിന് നമുക്ക് അല്ലാത്ത ഡെഫിനിഷൻസ് വരാം. ഇപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി, സോറി റേറ്റ് ഓഫ് ചേഞ്ച് അല്ല, ചേഞ്ച് ഇൻ കൈനറ്റിക്, ഡെൽറ്റ കെ ആണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിലോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് തരണം, വെലോസിറ്റി മാസും തരണം. അപ്പൊ ഇവിടെ നമുക്ക് വെലോസിറ്റി മാസും അല്ല തന്നിക്കുന്നത്. ഇവിടെ എന്താ തന്നിക്കുന്നത്, ഇവിടെ നമുക്ക് തന്നിക്കുന്നത് നമുക്ക് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നേരെ ഇങ്ങോട്ട് പോവാം, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റിലോട്ട് വരിക. അപ്പൊ ഇവിടെ ആംഗിൾസ് പ്രത്യേകിച്ച് പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആംഗിൾസ് മെൻഷൻ ചെയ്യാത്ത, ബിക്കോസ് ആ ഒരു ടേബിൾ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നത്. അപ്പൊ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോഴ്സും സെയിം ഡയറക്ഷനിലാണ്, ദെൻ അതുപോലെ ഡിസ്പ്ലേസ്മെന്റും എന്താണ്, സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾസ് എത്രയായിരിക്കും, ഇറ്റ് വിൽ ബി 0. കോസ് 0 നമുക്ക് അറിയാം അതെന്താണ്, 1 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ നമുക്ക് 0 ആണ്, ഓൾറെഡി അറിയാതെ. സോ അത് പ്രത്യേകിച്ച് നമ്മളോട് മെൻഷൻ ചെയ്യുന്നില്ല. അതെങ്ങനെ മനസ്സിലാക്കും, ഹൊറിസോണ്ടലി എന്നൊരു വാക്ക് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇതിന് രണ്ട് പാർട്ട് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് പാർട്ട് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എ പാർട്ട് ഒന്ന് എഴുതണ്ട, എടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രം എ പാർട്ട് എന്ന് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുമ്പോൾ എന്തായാലും എ പാർട്ട് ബി പാർട്ട് എന്ന് തരും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഒരു എ പാർട്ട് ഇവിടെ കൊടുക്കുവാണ്. എ പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടാം, അതിന്റെ ആൻസർ എന്തായിരിക്കും, ഇക്വേഷൻ എഴുതാം. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എഫ് ഫോഴ്സ് ആണ്, എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എത്രയാണ്, അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 300 ന്യൂട്ടൺ ആണ് അവിടുത്തെ ഫോഴ്സ്. ദെൻ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 5 മീറ്റർ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് അവിടെ 5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻറ്റു എസ് എന്തോരും, നമ്മളവിടെ 300 ഇൻറ്റു 5 മീറ്റർ കൊടുക്കുന്നുണ്ട്. 300 5 മീറ്റർ എത്രയാണ്, ദാറ്റ് ഈസ് തീറ്റ 0 ആണ് നമുക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് അവിടെ എഫ് എസ് കോസ് തീറ്റ കൊടുക്കാം കേട്ടോ. ഹൊറിസോണ്ടലി എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ അവിടെ എന്തിനു എടുക്കാം, തീറ്റേനെ അവിടെ 0 എന്ന് എടുക്കാം. ഓക്കെ, തീറ്റ വിൽ ബി 0 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എത്ര വരും, 1500. ഓക്കെ, 1500 ജൂൾസ് ആണ് അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുക, വർക്ക് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എഫ് എസ് കോസ് തീറ്റ എന്ന ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിട്ട് അവിടെ തീറ്റ ആംഗിൾ 0 ആണെന്ന കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ചെയ്താലും ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 0 തന്നെ കിട്ടും. പക്ഷെ സോറി, ആംഗിൾ 0 എന്ന് കിട്ടും, 1 എന്ന് കിട്ടും ആൻസർ. നമ്മളിവിടെ കറക്റ്റ് എഴുതി പോയാൽ അത്രയും നല്ലതാണ്. സോ തീറ്റ നമ്മൾ 0 ഡിഗ്രി തന്നെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ കേസ് ആയത്. കേസ് 1 എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം. കേസ് 1 ആണ് ഈ ഒരു ടോപ്പിക്. ഇനി അടുത്ത കേസ് നോക്കാം. ഓക്കെ, സെക്കൻഡ് കേസ്. അപ്പൊ നമുക്ക് അവിടെ സെക്കൻഡ് കേസ് നോക്കാം. കേസ് 2. കേസ് 2. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സെക്കൻഡ് കേസ് നോക്കുവാണ്. അപ്പോൾ സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ എന്താണ്, സെക്കൻഡ് കേസിൽ പറയുന്നത് ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി, ഇഫ് ദ പേഴ്സൺ പുഷസ് ദ ടേബിൾ വിത്ത് ദ സെയിം ഫോഴ്സ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് 2.5. ഓക്കെ, അതായത് ഇയാളിപ്പോ എന്ത് ചെയ്തു, നേരത്തെ ഹൊറിസോണ്ടലി എന്ത് ചെയ്ത് മൂവ് ചെയ്ത്, ബട്ട് ഇപ്പോൾ അത്യാവശ്യം ഒരു അല്പം ഒരു ആംഗിളിലാണ് എന്ത് ചെയ്ത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ് വരേണ്ടത്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാ, ബട്ട് ഇദ്ദേഹം ഫോഴ്സ് അപ്ലൈ ചെയ്തു അറ്റ് ആൻ ആംഗിൾ. ഓക്കെ, ഒരു ആംഗിൾ ഉണ്ടായിരുന്നു. എത്ര ആംഗിൾ, ഏതാണ്ട് ഒരു 60 ഡിഗ്രി ആംഗിളാണ് എന്ത് ചെയ്ത് അതവിടെ മൂവ് ചെയ്ത്. മനസ്സിലായോ? 60 ഡിഗ്രി ആംഗിൾ എന്ത് ചെയ്തു, അതവിടെ മൂവ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു 60 ഡിഗ്രി ആംഗിൾ മൂവ് ചെയ്തപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് നോക്കിയാലും നമുക്ക് ഇതിനെ കാണാൻ പറ്റും. നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഒരു ടേബിൾ മൂവ് ചെയ്തത് അല്പം ഒന്ന് ചരിഞ്ഞിട്ട് മൂവ് ചെയ്താൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് കുറവായിരിക്കും.
നമ്മളിങ്ങനെ സ്ട്രെയിറ്റ്ലി മൂവ് ചെയ്യാൻ കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസസ് കുറച്ച് സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. കേസ് 2 നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, കേസ് 2 എന്ന് പറയുമ്പോൾ അവിടെ 60 ഡിഗ്രി ആംഗിൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫോഴ്സ് എത്ര തന്നെയാണ്, ഫോഴ്സ് അവിടെ സെയിം തന്നെയാണ്, 300 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് വന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 മീറ്റർ ആണ്. ഓക്കെ, 2.5 മീറ്റർ. തീറ്റ എത്രയാണ്, തീറ്റ ഇസ് ഈക്വൽ ടു അവിടെ 60 ഡിഗ്രി ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. കോസ് 60യുടെ വാല്യൂ എത്രയാണ്, 1/2 ആണ്. സോ ഡബ്ല്യൂന്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു 300 ന്യൂട്ടൺ ഇൻറ്റു 2.5 ഇൻറ്റു കോസ് 60. ഓക്കെ, കോസ് 60 എന്ന് കിട്ടും. ആൻഡ് ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു, ഡബ്ല്യൂ എത്ര കിട്ടും, സിംപ്ലിഫൈ ചെയ്യാം. അവിടെ നമുക്ക് കിട്ടുന്നത് കോസ് 60 1/2 ആണ് കേട്ടോ. ഇത് എത്രയാണ്, 1/2 ആണ്. അപ്പോൾ 300 ഇൻറ്റു 2.5 ഇൻറ്റു 1/2. അപ്പോൾ ഇവിടെ എത്ര വരും, ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 150 വരും. 150 ഇൻറ്റു 2.5 എത്ര വരും, ദാറ്റ് ഈസ് 2.375 ജൂൾസ് വരും. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ അവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ 1 മാർക്ക് തന്നെ ചോദിക്കും. ഇല്ല 4 മാർക്കിൻ്റെയിലാണ് ചോദിക്കുന്നതെങ്കിലോ അപ്പോൾ അവിടെ 2 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. മനസ്സിലായോ? അവിടെ നമ്മൾ ഓരോന്നും ഇക്വേഷൻ വൈസ് കണ്ടതിന് ഇതിലിപ്പോൾ പിന്നെ ഒരുപാട് ഇക്വേഷൻ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം വർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ എഫ് എസ് കോസ് തീറ്റ, അത് എഫ് എസ് എന്ന് മാത്രം പഠിച്ചു വെക്കാതെ എഫ് എസ് കോസ് തീറ്റ എന്ന് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ എഫ് ഡോട്ട് എസ് എന്ന് പഠിക്കുക. ഡോട്ട് എന്ന് പറയുന്നത് കോസ് കമ്പോണന്റ് ആണെന്ന് അറിഞ്ഞിരിക്കണം. ക്രോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈൻ കമ്പോണന്റ് ആണെന്ന് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് അറിയാമെങ്കിൽ അവിടെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, അതവിടെ ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു കാര്യമാണ് എന്ത് ചെയ്യുക അവിടെ ഓക്കെ, ഫോഴ്സ് കമ്പോണന്റ് അതുപോലെ തന്നെ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കമ്പോണന്റ് എന്താണ്, അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാം നമ്മളോട് കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഒറ്റ ഫോഴ്സ് ഒക്കെ ഉള്ളൂ. ചില സമയത്ത് മൾട്ടിപ്പിൾ ഫോഴ്സ് ഒക്കെ അവിടെ ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരും. നമുക്ക് നോക്കാം അത്തരം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെന്തായാലും ഓക്കെ ആണല്ലോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതാണ് ഇവിടെ നോക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ വെക്ടേഴ്സിന്റെ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ് നമ്മളിവിടെ ചെയ്യുവാണ്. ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ഫോഴ്സ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് acting on a body, its displacement is found to be s is equal to minus I cap minus j cap plus 2 k cap. What is the angle between force and displacement? അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫോഴ്സിന് ഒരു വാല്യൂസ് ആയിട്ട് തന്നിട്ടില്ല. ഓക്കെ, കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇറ്റ്സ് ഡസൻ ഗീവ് ഫോഴ്സ് ആസ് എ ന്യൂമറിക്കൽസ്. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു നമ്പർ, നമ്മളിപ്പോൾ ഫോഴ്സ് ഒരു നമ്പർ ആയിട്ടാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ബട്ട് ഫോഴ്സ് നമുക്കിപ്പോൾ എന്തായിട്ട് തന്നിരിക്കുന്നത്, ഇറ്റ് ഈസ് ഇൻ കമ്പോണന്റ് ഫോം. അപ്പോൾ നമ്മൾ ആ ഒരു വെക്ടേഴ്സിനകത്ത് നമ്മുടെ കമ്പോണൻസ് ഫോം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? അത് വെക്ടേഴ്സിൽ കമ്പോണന്റ് ഫോം ഒക്കെ പഠിക്കുന്നത്. ഓക്കെ, നമ്മളവിടെ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് എന്ന് പറഞ്ഞ് പഠിക്കും, യൂണിറ്റ് വെക്ടേഴ്സ് പഠിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഫോഴ്സ് എന്ത് ചെയ്തിരിക്കുന്നു, ഇറ്റ് ഈസ് ആസ് എ കമ്പോണന്റ് ഫോം. ഓക്കെ, അപ്പോൾ അതാണ് കമ്പോണന്റ് ഫോം നമ്മളോട് എടുത്തെഴുതുക. ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ്. അപ്പോൾ ഇത് സ്ക്വയേഴ്സിന്റെ റൂട്ട് എടുത്താൽ എന്ത് കിട്ടും, വിൽ ഗെറ്റ് ദ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, ബട്ട് ഇവിടെ നമ്മളിപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഡിറ്റർമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ കമ്പോണന്റ് ഫോം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ, ആംഗിൾസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ നമ്മൾ അവിടെ ഫോഴ്സിന്റെ കമ്പോണന്റ് എടുത്ത് എഴുതി. ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് കമ്പോണന്റ് രണ്ടും വെക്ടേഴ്സ് ആണ്. ഓക്കെ, മോളിൽ വെക്ടർ സിമ്പിൾ കൊടുത്ത് എഴുതുക. മൈനസ് ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് പ്ലസ് 2 k cap. ഓക്കെ, അപ്പോൾ ഇതെന്തിനെ റെപ്രസെന്റ് ചെയ്യാണ്, ഇറ്റ് ഈസ് റെപ്രസെന്റിംഗ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ അറിഞ്ഞുള്ള ഒരു ഇക്വേഷൻ എന്ത് മാത്രമാണ്, W is equal to F dot S ആണ്. ഓക്കെ, W is equal to F dot S അല്ലെങ്കിൽ FS cos theta. കോസ് തീറ്റ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, കോസ് തീറ്റ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, എഫ് ഡോട്ട് എസ് എടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ കോസ് തീറ്റ കമാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്, കാരണം ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഡോട്ട് കൊടുത്താൽ കോസ് തീറ്റ കൊടുക്കണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്യും, ഇവര് പരസ്പരം ഡോട്ട് ചെയ്യും. ഒരു വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കും. ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് ഡോട്ട് മൈനസ് ഐ ക്യാപ് മൈനസ് ജെ ക്യാപ് പ്ലസ് 2 k ക്യാപ്. ഓക്കെ, പ്ലസ് 2 k ക്യാപ്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം, മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്തായാലും കിട്ടുന്നത്, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇറ്റ് ഈസ് -1 +1
+2. ഓക്കെ, അതെന്തിന് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? അവിടെ നമുക്ക് 0 നമുക്കവിടെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0 നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാ? നമുക്കിവിടെ എന്ത് കിട്ടാം? ഇത് 0 അല്ലേ, സോറി ഇത് മൈനസ് അല്ലേ, ഇവിടെയും നല്ല 0 ആവത്തുള്ളൂ. -1 -2 +2 എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് നമുക്ക് എന്ത് കിട്ടി? സോറി, വർക്ക് എന്ത് കിട്ടി? വർക്ക് നമുക്ക് അവിടെ 0 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു വർക്ക് തന്നെയാണ് നമുക്ക് ഒന്നുകിൽ അതിനെ F.S എന്ന് എഴുതാം, ഓക്കെ, അല്ലെങ്കിൽ എന്ത് എഴുതാം? FS cos θ എന്നും എഴുതാം. അപ്പൊ ഈ F.S എന്ന് പറയുന്നതും FS cos θ എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പോൾ വർക്ക് F.S എടുത്തപ്പോൾ 0 എന്ന് കിട്ടി. നമുക്ക് അതിന് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം? FS cos θ എന്ന് ഇക്വേറ്റ് ചെയ്തൂടെ? സോ അപ്പൊ നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്? FS cos θ നമ്മളവിടെ ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, FS cos θ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മളവിടെ എടുക്കാവുന്ന അസംഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 × 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. ഓക്കെ, 1 × 0 എത്രയാണ്? അതവിടെ 0 ആണ്. 0 × 2 എത്രയാണ്? അതും അവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി 0 ആയാൽ മാത്രമേ അവിടുത്തെ ആൻസർ 0 ആവത്തുള്ളൂ. നമുക്കല്ലാതെ 0 ആക്കാൻ വേറെ ഒരു പോസിബിലിറ്റീസും ഇല്ല. ഓക്കെ, നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് 0 എന്നൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ എത്ര വലിയ നമ്പർ ആണെങ്കിലും 0 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ വിത്ത് 0. ഓക്കെ, 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ 0 എന്നായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് F × S × cos θ. ഓക്കെ, അപ്പൊ നമ്മൾ ഈക്വൽ ടു 0. ഇവിടുത്തെ റിസൾട്ട് നമുക്ക് 0 ആകണം. ഓക്കെ, ഇവിടുത്തെ റിസൾട്ട് 0 ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ റിസൾട്ട് 0 ആകണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് 0 ആയേ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ഫോഴ്സ് 0 ആവണം, അത് 0 ആയാൽ ബാക്കിക്ക് ഇപ്പോൾ വാല്യൂസ് ഉണ്ടെങ്കിലും അതെന്താവും? 0 ആവും. ഇല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആവണം, അല്ലെങ്കിൽ cos θ കമ്പോണന്റ് 0 ആവണം. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഫോഴ്സ് 0 ആണോ? അല്ല, കാരണം നമ്മൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ എടുത്താൽ നമുക്ക് ഒരു വാല്യൂ ഇവിടെ കിട്ടും. സോ ഫോഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0, നോട്ട് ഈക്വൽ ടു 0. ഇനി അടുത്ത് നോക്കിയേ, ഡിസ്പ്ലേസ്മെന്റ് 0 ആണോ? ഡിസ്പ്ലേസ്മെന്റ് 0 ആണോ? വാല്യൂസ് ഇല്ല ഇവിടെ. അപ്പൊ എന്തല്ല? ഡിസ്പ്ലേസ്മെന്റ് അവിടെ 0 അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. മനസ്സിലായോ? ഡിസ്പ്ലേസ്മെന്റ് എന്തല്ല? അവിടെ 0 അല്ല. അപ്പൊ പിന്നെ ആര് 0 ആയേ പറ്റത്തുള്ളൂ? എന്തായാലും അവിടെ ആൻസർ 0 ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ അവിടെ ആര് 0 ആവണം? cos θ അവിടെ 0 ആയിരിക്കും. കാരണം നമുക്ക് തീറ്റ തന്നിട്ടില്ല. തീറ്റ ഇപ്പൊ തന്നിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയ ആൻസർ തെറ്റെന്ന് പറയായിരുന്നു. ബട്ട് തീറ്റ തന്നിട്ടാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? തീറ്റ ആയിരിക്കും അവിടെ 0 എന്ന് പറയാം. സോ ദസ് വി ആർ ഗോയിങ് ടു ഇക്വേറ്റ് വിത്ത് 0. ഓക്കെ, തീറ്റ cos θ നമ്മൾ എന്ത് ചെയ്യുന്നു? 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. cos θ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്. അപ്പൊ cos θ 0 ആവണമെങ്കിൽ ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു cos ഇൻവേഴ്സ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. മനസ്സിലായോ? അപ്പൊ അതായത് അവിടുത്തെ ആംഗിൾ എത്രയാണ്? ഈ ഫോഴ്സും ഡിസ്പ്ലേസും തമ്മിലുള്ള ആംഗിൾസ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. തീറ്റ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റി. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസും തമ്മിൽ എന്താണ്? അവിടെ 0 ആണ്. സോറി, ദാറ്റ് ഈസ് അവിടെ തമ്മിലുള്ള ആംഗിൾസ് എത്രയാണ്? അവിടെ 0 സോറി, ആംഗിൾ 0 അല്ല, ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യും, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്, അതിനുള്ള ആംഗിൾസ് എത്രയാണ്? അവിടെ 90 ഡിഗ്രി വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അതവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ഒക്കെ എടുത്തിട്ട് പ്രൂവ് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് 0 അല്ല എന്ന കാര്യം അവിടെ നമുക്ക് റിസൾട്ടുമായിട്ട് കൺഫേം ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ വെക്ടറിൽ പഠിച്ചില്ലേ? ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത് എങ്ങനെയാണ്? വിച്ച് ഈക്വൽ ടു ഇവിടെ ഓരോ കമ്പോണൻസിന്റെയും സ്ക്വയേഴ്സിന്റെ റൂട്ട് എടുക്കുക. സോ അതായത് അവിടെ എന്താണ്? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? √3 എന്ന് കിട്ടും. √3 ഈക്വൽ ടു 0 ആണോ? അല്ലല്ലോ, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഡിസ്പ്ലേസ്മെന്റ് 0 ചെക്ക് ചെയ്ത് നോക്കിയാലോ? ഡിസ്പ്ലേസ്മെന്റ് 0 ചെക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈക്വൽ ടു √(-1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് വരും. അത് ഈക്വൽ ടു 0 ആണോ? ഇല്ല. അതെന്തായിരിക്കും? ഈക്വൽ ടു √6 ആണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതും എന്തല്ല? 0 അല്ല. അപ്പൊ നമുക്ക് ആ റിസൾട്ട് കൺഫേം ആയില്ലേ? ഓക്കെ, രണ്ടും എന്തല്ല? 0 അല്ല. നമുക്ക് മനസ്സിലായി. ഫോഴ്സും 0 അല്ല, ഡിസ്പ്ലേസ്മെന്റും 0 അല്ല. സോ അവിടെ എന്താണ് 0? അവിടുത്തെ cos θ കമ്പോണന്റ് 0 ആണ്. സോ തീറ്റ എന്തായിരിക്കും? തീറ്റ അവിടെ 90 ഡിഗ്രി ആയേ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അത് ആ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, അതാണ് ഞാൻ ഓരോ സ്റ്റെപ്സും പറഞ്ഞു തന്നെ പോകുന്നത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.
അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇത് പല രീതിയിൽ ചോദിക്കാം. അതായത് കമ്പൗണ്ട്സിൽ വാല്യൂസ് തന്നിട്ട് ചോദിക്കാം, ചില സമയത്ത് അല്ലാതെ തന്നെ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വർക്ക്. ഓക്കെ, വർക്കിന്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഇവിടെ നമ്മളിപ്പോൾ 0 എടുക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ കമ്പൗണ്ട് ഫോമിൽ തന്നിട്ട് ഡയറക്റ്റ് വർക്ക് എടുക്കാൻ ചോദിക്കാം. ഓക്കെ, എങ്കിലും എഫ് ഡോട്ട് എസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കൺഫേം ദ റിസൾട്ട്, ഓക്കെ, അല്ലെങ്കിൽ അനലൈസ് ദ റിസൾട്ട് എന്നോ കൺഫേം ദ റിസൾട്ട് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഇവാലുവേറ്റ് റിസൾട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഒന്നുകൂടി ഈ സ്റ്റെപ്സ് കൂടി ഒന്ന് അവിടെ കൊടുത്ത് സോൾവ് ചെയ്യണം കേട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട, ആദ്യം ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് ആൻസർ ചെയ്യുക. ചെയ്തതിനു ശേഷം കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഇതുപോലെ വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് അവിടെ എന്ത് ചെയ്യുക, മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദ വെക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യുക. അത് ഈക്വൽ ടു 0 ആണെന്ന് അവിടെ പ്രൂവ് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ ആ ഒരു സെക്ഷൻ? എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ അങ്ങ് ചോദിക്കണമെന്നില്ല, അവിടെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. ഓക്കെ, ആ കമ്പൗണ്ട് ഫോമിലും അതിലൊക്കെ. അപ്പോൾ കമ്പൗണ്ട് ഫോം കാണുമ്പോൾ അവിടെ നമ്പർ ഒന്നും ഇല്ലല്ലോ, ഇനി എങ്ങനെ അടുത്ത ഡിസ്പ്ലേസ്മെന്റ് എടുക്കും അല്ലെങ്കിൽ എങ്ങനെ ഫോഴ്സ് എടുക്കും എന്ന് നോക്കിക്കൊണ്ടിരിക്കരുത്. മനസ്സിലായ ടോപ്പിക്സ് എന്താ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നമ്മളെ വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷൻ നിങ്ങളുടെ ഈ ഒരു FYUGPയുടെ S1 ക്ലാസ്സിൽ ഫിസിക്സിലെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഫസ്റ്റ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ലാംഗ്വേജ് ഓഫ് ഫിസിക്സ് എന്ന ചാപ്റ്റർ പഠിക്കുന്നത്. കാരണം അങ്ങോട്ട് പോകുന്ന ഓരോ യൂണിറ്റുകളിലും, ഓക്കെ, അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് ഓരോ സെമസ്റ്റർ മാറും, സെമസ്റ്റർ പേപ്പേഴ്സ് മാറും. അപ്പോൾ അതിനകത്തെല്ലാം ഓക്കെ അവിടെ എന്തുണ്ട്, ഈ വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഫിസിക്സ് പഠിക്കണമെങ്കിൽ നമ്മുടെ വെക്ടേഴ്സിന്റെ ആ ഒരു സെക്ഷൻ, ഓക്കെ, വളരെ ചെറിയ ടോപ്പിക്സേ ഉള്ളൂ, നമ്മൾ മാക്സിമം ഒരുപാടൊന്നുമില്ല, ആ ഒരു ടോപ്പിക് അവിടെ മനസ്സിലാക്കി പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അതിൽ മിനിമം ആ ഒരു നമ്മുടെ അപ് ടു ഗ്രേഡിന്റെ ഓപ്പറേറ്റേഴ്സ്, ഡെൽ, ഡൈവേർജൻസ്, സെക്കൻഡ് യൂണിറ്റ് അത്രയും അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി അവിടെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും ആ ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാലോ. സോ our third question, calculate the work when a force of 10 I cap plus 20 J cap minus 30 K cap displaces an object from R1 is equal to minus 5 I cap minus 2 J cap plus 3 K cap, and R2 is given by 7 I cap plus 3 J cap plus 8 K cap. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ തന്നിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഇപ്പോൾ 2 പോയിന്റ്സ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു ഒബ്ജക്റ്റ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വെക്ടർ സ്പേസിൽ, ഒരു വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്പേസ് ഉണ്ട്. ഓക്കെ, 3 ഡയമെൻഷണൽ സ്പേസ് വരുന്നുണ്ട്, നമ്മൾ I ക്യാപ്പും J ക്യാപ്പും K ക്യാപ്പോട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. 3 ഡയമെൻഷൻ, 3 ഡയമെൻഷൻസ് വരുന്നുണ്ട്, എക്സും വൈയും ഇസഡും. 2 ഡയമെൻഷൻ ആണെങ്കിൽ അവിടെ 2 കമ്പോണൻസേ വരത്തുള്ളൂ, എക്സ് കമ്പോണന്റ് വൈ കമ്പോണന്റ് മാത്രമേ അവിടെ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ ഇപ്പോൾ വെക്ടർ സ്പേസിൽ 2 പോയിന്റ്സ്, ഇപ്പോൾ ഇതിപ്പോ എ എന്ന് പറയുന്ന പോയിന്റ്, ദെൻ ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ഈ 2 പോയിന്റ്സിന്റെയും എന്താണ് തന്നിരിക്കുന്നത്, വെക്ടർ കമ്പോണൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്റ്റ് തന്നിട്ടില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് തമ്മിൽ അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ R1 എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. R1 is equal to എത്രയാണ്, minus I cap minus 2 J cap plus 3 K cap. Okay, plus 3 K cap. Then അതുപോലെ തന്നെ R2 ന്റെ വാല്യൂ, R2 is equal to 7 I cap plus 3 J cap plus 8 K cap. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് 2 പോയിന്റ്സ് നമ്മളിവിടെ കണ്ടെത്തി. ഓക്കെ, കണ്ടെത്തിയല്ല, ക്വസ്റ്റ്യനിലുണ്ട്. സോ ഇനി നമ്മൾ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണം. ഓക്കെ, 2 പോയിന്റ്സ്, ഇനിഷ്യൽ പോയിന്റും ഉണ്ട്, ഫൈനൽ പോയിന്റും ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് 5 മീറ്റർ, ദെൻ ഇവിടെ 10 മീറ്റർ. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, 5 മീറ്റർ അല്ലേ, 10 മൈനസ് 5 എത്ര കിട്ടും, 5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 5 മീറ്റേഴ്സ് ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വർക്കാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്, വർക്ക് ഡിറ്റർമിൻ ചെയ്യണം. ബട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് സെറ്റിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. S is equal to R2 വെക്ടർ മൈനസ് R1 വെക്ടർ. ഓക്കെ, എന്താണ്, S is equal to R2 വെക്ടർ മൈനസ് R1 വെക്ടർ. That is giving the displacement. ഓക്കെ, ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ നമുക്ക് അവിടെ കിട്ടുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ വെക്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, നമ്മൾ വെക്ടർ അഡിഷനും സബ്ട്രാക്ഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്ത് സബ്ട്രാക്ഷൻ ചെയ്യാം, നോർമലി അഡിഷൻ പോലെ തന്നെ സബ്ട്രാക്ഷൻ ചെയ്യുന്ന വ്യത്യാസമൊന്നുമില്ലല്ലോ, നമ്മൾ മൈനസ് സൈൻ യൂസ് ചെയ്യുന്നില്ലേ ഉള്ളൂ. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു 7 I cap plus 3 J cap plus 8 K cap. എന്തിന്റെ വാല്യൂ, നമ്മുടെ R2 ന്റെ വാല്യൂ, R2 മൈനസ് R1 minus I cap 2 J cap plus 3 K cap. Okay, plus 3 K cap. അപ്പോൾ നമുക്ക് അവിടെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് S is equal to 12. എന്ത് സബ്ട്രാക്ട് ചെയ്യാം, ഈ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം, അപ്പോൾ ഈ മൈനസ് ഔത്തോട്ട് പോകും, ഇപ്പോൾ പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ I ക്യാപ്പിന്റെ കമ്പോണന്റും
ഐ ക്യാപ്പിന് കമ്പോണന്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് ജെ ക്യാപ്പ് കമ്പോണന്റ് പ്ലസ് ജെ ക്യാപ്പ് കമ്പോണന്റ്. അപ്പോൾ ഇവിടെ 3 ജെ ക്യാപ്പ് ഇവിടെ പ്ലസ് വരുന്ന സമയത്ത് പ്ലസ് 2 ജെ, അപ്പോൾ എന്ത് വരും അതവിടെ പ്ലസ് 5 ജെ ക്യാപ്പ് വരും. പ്ലസ് ഇനി അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് 8 കെ ക്യാപ്പ് പ്ലസ് 3 കെ ക്യാപ്പ്. അപ്പോൾ അതവിടെ മൈനസ് അല്ലേ, ഈ മൈനസ് അതിന് മൈനസ് ആവില്ലേ സൈന്, അപ്പോൾ എന്താവും 8 - 3 -5 കെ ക്യാപ്പ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. അപ്പോൾ ഫോഴ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്, ദെൻ അവിടെ ഡിസ്പ്ലേസ്മെന്റും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, വി ക്യാൻ ഫൈൻഡ് ദ വർക്ക്. ഓക്കെ, W is equal to F into S. ഇവിടെ ഇപ്പൊ നമുക്ക് കോസ് തീറ്റ കമ്പോണന്റ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ തീറ്റ കമ്പോണന്റ് ആവശ്യമുണ്ട്? ഇല്ല. എന്തുകൊണ്ടാ? വെക്ടേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വെക്ടേഴ്സ് തരുന്ന സമയത്ത് നമുക്ക് ആംഗിൾസിന്റെ ആവശ്യമില്ല, കാരണം വെക്ടേഴ്സ് ഇറ്റ്സെൽഫ് ഈസ് ഡിനോട്ടിംഗ് ദ ഡയറക്ഷൻസ്. ഓക്കെ, ഒരു വെക്ടർ സ്പേസിൽ നിന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഡയറക്ഷൻസ് കിട്ടും. ഇപ്പൊ 7 ഐ ക്യാപ്പ് 3 ജെ ക്യാപ്പ് 8 കെ ക്യാപ്പ്, അത് തന്നെ എന്തുണ്ട്, ഒരു വെക്ടർ കമ്പോണന്റ് ആണ്. നമ്മളിപ്പോ ഇങ്ങനെ ഡയമെൻഷനിൽ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് പറഞ്ഞ പോയിന്റ്സ് ഇങ്ങനത്തെ ഒരു വെക്ടറോ ഇങ്ങനത്തെ വെക്ടറൊക്കെ അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷന്റെ പ്രത്യേകിച്ച് ആവശ്യമില്ല, അല്ലെങ്കിൽ ഡയറക്ഷന്റെ അല്ല ഒരു തീറ്റയുടെ ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് ഡോട്ട് എസ് ആണ് അവിടെ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത് അവിടെ ഒരു എന്ത് ഡയറക്റ്റ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈസ് ചെയ്യുക. ഓക്കെ, പരസ്പരം മൾട്ടിപ്ലൈസ് ചെയ്യാം. ഓൾറെഡി അതൊരു എന്താ തീറ്റ കമ്പോണ്ട് ഉള്ള ഒരു ഇതാണ്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ അല്ല, ഡയറക്ഷൻ ഉള്ള ഒരു എന്താ ക്വാണ്ടിറ്റി ആണ് അതിപ്പോ തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 10 ഐ ക്യാപ്പ് പ്ലസ് 20 ജെ ക്യാപ്പ് മൈനസ് 30 കെ ക്യാപ്പ് ഇൻറ്റു 12 ഐ ക്യാപ്പ് പ്ലസ് 5 ജെ ക്യാപ്പ് പ്ലസ് 5 കെ ക്യാപ്പ്. ഇവിടെ മൈനസ് അല്ല പ്ലസ് അല്ലേ വരൂ, മൈനസ് ചെയ്യുമ്പോൾ പ്ലസ്. ഓക്കെ, പ്ലസ് ആണ് കേട്ടോ, കറക്റ്റ് ആയില്ലേ, പ്ലസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈസ് ചെയ്യാം. എങ്ങനെ മൾട്ടിപ്ലൈസ് ചെയ്യും, എന്താ ചെയ്യുന്നത്, കമ്പോണൻസ്. അപ്പോൾ 10 × 12 ഐ ക്യാപ്പ് ഐ ക്യാപ്പ് വരുമോ, ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് വരുന്ന സമയത്ത് സെയിം വെക്ടേഴ്സ് ആണ്, അപ്പോൾ 1 ആയിട്ട് പോകും, അവിടെ വരത്തില്ല. കാരണം ഡോട്ട് പ്രൊഡക്റ്റ് മീൻസ് സ്കെയിലർ ക്വാണ്ടിറ്റി, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഓക്കെ, ദെൻ പ്ലസ് 20 × 5 minus 30 × 5. സിംപ്ലിഫൈ ചെയ്യാം. 120 ഒരു ഫസ്റ്റ് എത്തത്, അടുത്തത് 100 മൈനസ് 150. ഓക്കെ, 150. എത്ര കിട്ടും, ഡബ്ല്യൂന്റെ വാല്യൂ 70 ജൂൾസ് അല്ലേ, 70 ജൂൾസ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വർക്ക് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇതില് നമുക്ക് ഇനി വേണമെങ്കിൽ എഫ് എസ് കോസ് തീറ്റ, നമുക്ക് തീറ്റ ആംഗിൾ ഡിറ്റർമിൻ ചെയ്യാം. ഇതിന്റെ തീറ്റ ആംഗിൾ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, തീറ്റ ആംഗിൾ ഡിറ്റർമിൻ ചെയ്യാൻ നമുക്കിപ്പോൾ ഡബ്ല്യൂന്റെ വാല്യൂ ഇവിടെ കിട്ടി. ഡബ്ല്യൂ എത്രയാണ്, ഡബ്ല്യൂ 70 ആണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, ബട്ട് ഞാൻ എന്നാലും പറഞ്ഞു തരുവാണ്. നമുക്കിനി തീറ്റ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഇഫ് ഞാൻ ഇവിടെ സെപ്പറേറ്റഡ് എഴുതുവാണ്, ഒന്ന് കളർ മാറ്റിയിട്ട് എഴുതാം അവിടെ. ദാറ്റ് ഈസ് ഇഫ് വി ഹാവ് ടു ഫൈൻഡ് തീറ്റ. ഓക്കെ, ആംഗിൾ ഡിറ്റർമിൻ ചെയ്യണം. ഈ ഫോഴ്സും ഇതിനുള്ള ആംഗിൾ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ അങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്ന ആദ്യം നമ്മൾ എന്ത് ഡിറ്റർമിൻ ചെയ്യാം, ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് എടുക്കുക, സ്ക്വയർസിന്റെ റൂട്ട് എടുക്കുക. 10 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ പ്ലസ് മൈനസ് 30 സ്ക്വയർ മൈനസ് 30 സ്ക്വയർ. അപ്പൊ ഫോഴ്സിന്റെ വാല്യൂ കിട്ടും, ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 37.42 ന്യൂട്ടൺ. ഓക്കെ, 37.42 ന്യൂട്ടൺ. അതേപോലെ തന്നെ അവിടെ എസിന്റെ വാല്യൂ എടുക്കുക, എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 7 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 11.4 എന്ന് കിട്ടും. സോറി 11.04 എന്ന് കിട്ടും. ഓക്കെ, 11.04. അപ്പോൾ നമുക്ക് ആ രണ്ട് വാല്യൂസ് അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് വാല്യൂസും ആയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ കൊടുക്കാം. ദാറ്റ് ഇസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഡബ്ല്യൂ ബൈ എഫ് ഇൻറ്റു എസ്. ഓക്കെ, എഫ് ഇൻറ്റു എസ്. ദാറ്റ് ഇസ് ഡബ്ല്യൂ നമുക്ക് അറിയാം എത്രയാണ്, 70. ഓക്കെ, ഡബ്ല്യൂ 70 ആണ്. ഡിവൈഡ് ബൈ 37.42 ഇൻറ്റു 11.04 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു 0.169 എന്നാണ് കിട്ടുന്നത്. എത്രയാണ്, 0.169. ഇത് കോസ് തീറ്റ വാല്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. കോസ് തീറ്റ നമ്മൾ എന്തിലോട്ട് മാറ്റണം, തീറ്റയിലോട്ട് മാറ്റണം. ദാറ്റ് ഇസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0.169 എന്ന് കിട്ടും. ഏതാണ്ട് ഒരു 80 സംതിങ് വരും കേട്ടോ ആംഗിൾ.
80.24 ഡിഗ്രി ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇതിൽ നമ്മുടെ ഫോഴ്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, സോറി വർക്ക്, ഓക്കെ, വർക്ക് ഡൺ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇത് 80 ഡിഗ്രി അല്ലേ, അപ്പോൾ 80 ഡിഗ്രി ആണ് എങ്കിൽ ഇതാണ് ഒരു അക്യൂട്ട് ആംഗിളാണ്. ഓക്കെ, ഇതാണ് നമ്മളൊരു 80 ഡിഗ്രി എന്ന് വെച്ചോ, കുറച്ചിലോട്ട് വരാം. ഓക്കെ, 80. അപ്പോൾ 90ക്ക് താഴോട്ടാണ് വാല്യൂസ് എങ്കിൽ അത് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് വർക്ക്. ഓക്കെ, ഇതായിരിക്കും പോസിറ്റീവ് വർക്ക് ആയിരിക്കും. 90ൽ എത്തുന്ന സമയത്ത് അവിടെ എന്താണ്? വർക്ക് അവിടെ സീറോ ആണ്, സീറോ വർക്കാണ്. അതേസമയം 90ക്ക് ശേഷം 90 കഴിഞ്ഞുള്ള വാല്യൂസ് വരുവാണെങ്കിലോ, 90 കഴിഞ്ഞുള്ള വാല്യൂസ് വരുവാണെങ്കിൽ അവിടുത്തെ വർക്ക് എങ്ങനെയായിരിക്കും? 90 കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് വരുവാണെങ്കിൽ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഷുഡ് ബി നെഗറ്റീവ്. ഓക്കെ, അവിടെ ഒരു നെഗറ്റീവ് വർക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ ഫോഴ്സും ഇപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ജസ്റ്റ് അവിടെ നമുക്കിപ്പോ എന്താ വി ഹാവ് ടു ജസ്റ്റ് കാൽക്കുലേറ്റ് ദ വർക്ക്, നമുക്ക് വർക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ഞാനിപ്പോ എക്സ്ട്രാ പറഞ്ഞു തന്നെയാണ് ഈ കോസ്റ്റിക്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും നമുക്കിപ്പോ സിംഗിൾ ആയിട്ടൊരു 2 മാർക്കിനോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബട്ട് അല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം, കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതുപോലെ കോസ് തീറ്റ ഡിറ്റർമിൻ ചെയ്യാനും അവിടുത്തെ പോസിറ്റീവ് വർക്കാണോ നെഗറ്റീവ് വർക്കാണോ. ഇപ്പോൾ ഇത് നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലൊക്കെ നോക്കുവാണെങ്കിൽ, ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം അല്ല, അല്ലാതെ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ തന്നിക്കത്തുള്ളൂ. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. വാട്ട് ഈസ് ദ നാച്ചർ ഓഫ് വർക്ക്? ഓക്കെ, ക്വസ്റ്റ്യൻ ആയിരിക്കും the force is given by 10 I cap something. Okay, then displacement is given by this. Okay, displacement ഇങ്ങനെ തരുന്നുണ്ട്. Then question എങ്ങനെ ചോദിക്കുന്നത്? What is the nature of the work? Okay, അപ്പോൾ nature of the work എന്ന് ചോദിക്കുമ്പോൾ 4 ഓപ്ഷൻ ഉണ്ടാവും. പോസിറ്റീവ്, നെഗറ്റീവ്, എന്താ നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ബട്ട് നമ്മളിവിടെ ഇത് ഡിറ്റർമിൻ ചെയ്താൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഡയറക്റ്റ് ആംഗിൾസ് തന്നിട്ടില്ല. ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ അക്യൂട്ട് ആംഗിളോ ഒപ്റ്റ്യൂസ് ആംഗിളോ നോക്കി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ബട്ട് അത് നമുക്ക് അവിടെ പറ്റത്തില്ല. സോ അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. ഈ കോസ് തീറ്റയിലോട്ട് എടുക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ ഒന്ന് അവെയർ ആയിരിക്കുക. കാരണം അങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അത്തരം ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാറുണ്ട്. ഈ വർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കുന്ന ടോപ്പിക്സിലുള്ളതാണ്. ഓക്കെ ആണല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ജസ്റ്റ് നോക്കുക ആ ഒരു ടോപ്പിക്ക്, ജസ്റ്റ് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. എവിടെയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അടുത്ത moving to the next question. A farmer hitches a tractor to a slotted log with a firewood and pulls at a distance 20 meters along the level ground as seen in the figure 4.4. A part, the total weight of the sledge and the load is 14,700 Newton. The tractor exerts a constant force of 5,000 Newton force at an angle of 36.9 degree above the horizontal. A 3,500 Newton force opposes the sledge motion. Find the work done by each force acting on the sledge and the total work done by all the forces. Question മനസ്സിലായോ? അതായത് വേറൊന്നുമില്ല, ഒരു ട്രാക്ടറിൽ ഒരാൾ എന്ത് ചെയ്യണം, കുറച്ച് ഫയർ വുഡ്സ് വലിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഈ വലിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ എന്താണ്? സ്ലെഡ്ജ് ആണ്. നമ്മുടെ ഈ ഐസി സർഫസിലൂടെയൊക്കെ ഇപ്പോൾ സ്കേറ്റിംഗ് ചെയ്ത് പോകത്തില്ല, അതുപോലത്തെ ഒരു ഒബ്ജക്റ്റ് സ്ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വീൽ ഉണ്ടാവത്തില്ല, ജസ്റ്റ് എന്താണ് ഒരു പ്ലേറ്റ്, ഒരു എന്താ ജസ്റ്റ് ഒരു കാർബോർഡ് പോലത്തെ എന്തോ ഇത്. ഓക്കെ, അപ്പൊ അതിനെ വലിച്ചുകൊണ്ടാ പോകുന്നത് എന്തായാലും. ഓക്കെ, റോളിംഗ് ഒന്നും അല്ല, അവിടെ വീൽസോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അവിടെ ഈ ടോട്ടൽ വെയിറ്റ് എന്ന് സ്ലെഡ്ജിന്റെയും ലോഡിന്റെയും വെയിറ്റ്, അപ്പൊ നമുക്കിവിടെ വേണമെങ്കിൽ ഒന്ന് എടുത്തെഴുതാം. ദർ ഇസ് ലോഡ് ഓഫ് ദ ടോട്ടൽ ലോഡ്, ടോട്ടൽ വെയിറ്റ് എന്ന് പറയാം. ടോട്ടൽ ലോഡ് അല്ല, ടോട്ടൽ വെയിറ്റ്. ടോട്ടൽ വെയിറ്റ് എത്രയാണ്? അത് സ്ലെഡ്ജും ലോഡും തമ്മിൽ 14,700 ന്യൂട്ടൺ, 700 ന്യൂട്ടൺ. അപ്പോൾ അതാണ് അവിടുത്തെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ട്രാക്ടർ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ഓക്കെ, ട്രാക്ടർ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു ആംഗിളില്ല, നമുക്ക് ഇങ്ങനെയല്ലേ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ട്രാക്ടർ നമുക്ക് ഇങ്ങനെ ഹൊറിസോണ്ടലി വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. സോ ഈ ഒരു ആംഗിളാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആംഗിൾ, ആംഗിൾ തീറ്റ is equal to 90 ഡിഗ്രി. ഓക്കെ, സോറി 90 അല്ല, എത്രയാണ്? 36.9 ഡിഗ്രി. ഓക്കെ, 36.9 ഡിഗ്രി.
ദെൻ അവിടെ നമുക്കൊരു ഫോഴ്സ് വരുന്നുണ്ട്. എത്രയാണ് ഫോഴ്സ് ആക്ടിങ്? എത്രയാ ആക്ടിങ് ഫോഴ്സ് അവിടെ 5000 ന്യൂട്ടൺ ആണ്. ഓക്കെ, 5000 ന്യൂട്ടൺ ആണ് അവിടുത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഇതേ സമയം തന്നെ ഇതൊരു ഗ്രൗണ്ടിൽ ഞാൻ പറഞ്ഞു വലിച്ചുകൊണ്ടാ പോകുന്നത് പറഞ്ഞു. അപ്പൊ അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാം, ദർ വിൽ ബി ആൻ ഓപ്പോസിംഗ് ഫോഴ്സ്. അതായത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് തിരിച്ചൊരു കൗണ്ടർ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. ആ ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്, ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇത്രയും വെയിറ്റുള്ള ഒബ്ജക്റ്റിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തായാലും എന്തുണ്ടാവും, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഫോഴ്സിന്റെ വാല്യൂ ആണ് എത്ര എന്ന് പറയുന്നത്, 3500 ന്യൂട്ടൺ എന്ന് പറയുന്നത്. എത്രയാണ്, 3500 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് ഇത് വേണം എന്ത് ചെയ്യാം, ഒരു ഫോഴ്സ് ഡയഗ്രാം വെച്ച് റെപ്രസെന്റ് ചെയ്യാം. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു ഒരു ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, ഫോഴ്സ് ഡയഗ്രാം നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ നമുക്ക് ആ ഫോഴ്സിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ഡയഗ്രാം ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്ന ഡയഗ്രത്തിൽ ഇവിടെ ഓരോ ഫോഴ്സിനെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സെൻട്രൽ പോയിന്റ് ഉദ്ദേശിക്കുന്നത്, ഒരു ഒബ്ജക്റ്റിന്റെ സെൻട്രൽ പോയിന്റ്. ദെൻ ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് എങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് പറയുന്നല്ലോ. ദർ ഇസ് മൂവിങ് അറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ പറയുന്നില്ലേ, ടോട്ടൽ വെയിറ്റ് ഫോഴ്സസ് 20 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് പറയുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് 20 മീറ്റർ ആണ്. അപ്പൊ ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലോട്ട്. അപ്പോൾ നമ്മൾ അവിടെ അതാണ് എന്ത് എസിന്റെ വാല്യൂ അവിടെ നമ്മൾ 20 മീറ്റർ എടുക്കുന്നുണ്ട്. 20 മീറ്റർ ആണ് എസിന്റെ വാല്യൂ. അപ്പൊ ഇവിടെ ഫോഴ്സ് ആക്ട് ഈ ഡയറക്ഷനിലാണ്, കണ്ടോ, ഈ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ ഈ മൂവ് ചെയ്ത് ഇങ്ങോട്ടാണെങ്കിലും ഫോഴ്സ് ആക്ട് ഇങ്ങോട്ടാണ്. മനസ്സിലായി, നമ്മളിപ്പോൾ ഇതിനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ, നിങ്ങൾ ഭാരമുള്ള വസ്തുവിനെ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോകത്തില്ലേ, ആ ഒരു കേസ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തീറ്റ ആംഗിൾ കൺസിഡർ ചെയ്യുന്നു. ആ ആംഗിളാണ് എത്ര പറഞ്ഞത്, that is theta angle is equal to 36.9 ഡിഗ്രി. എത്രയാണ്, 36.9 ഡിഗ്രി. ദെൻ അപ്പൊ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്, ട്രാക്ടർ കൊടുക്കുന്ന ഫോഴ്സ് ഞാൻ FT എന്ന് കൊടുക്കുവാണ് ട്രാക്ടറിന്റെ ഫോഴ്സ് ആയിട്ട്, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും, 5000 ന്യൂട്ടൺ. 5000 ന്യൂട്ടൺ. ഇനി നമ്മൾ നോക്കേണ്ടത് ഡൗൺവേർഡ് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ടോട്ടൽ വെയിറ്റ്. വെയിറ്റ് എപ്പോഴും താഴോട്ട് ആക്ട് ചെയ്യുള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് ദ പുള്ളിംഗ് ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഓക്കെ, ഒബ്ജക്റ്റിന്റെ മാസിനെ കുറിച്ചല്ല പറയുന്നത്, അവിടുത്തെ വെയിറ്റ് ആണ്. കാരണം ആ മാസിലോട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്, ആ വെയിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ താഴോട്ടാണ് വെയിറ്റ് ആക്ട് ചെയ്യുന്ന. വെയിറ്റ് എത്രയാണ്, W is equal to 14,700 ന്യൂട്ടൺ. അതിനെതിരായിട്ട് എന്ത് ചെയ്യും, ഒരു നോർമൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഈ മൂവ് ചെയ്ത് ഇങ്ങോട്ടാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. F is equal to 3500 ന്യൂട്ടൺ. അത് ആംഗിളൊന്നുമല്ല, ഗ്രൗണ്ട് ലെവലിൽ ആക്ട് ചെയ്തുള്ളൂ, ഫ്രിക്ഷൻ. Find the work done by each force acting on the sledge and the total work done by all the forces. അതായത് അവിടെ ഓരോ കേസിലും വെയിറ്റ് കാരണം, നോർമൽ ഫോഴ്സ് കാരണം, ട്രാക്ടർ കാരണം, ഓക്കെ, അങ്ങനെ ഓരോ ഫോഴ്സ് കാരണം 4 ഐറ്റം ഫോഴ്സ് സംതിങ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫോഴ്സുകൾ കാരണം അവിടെ കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. റിസൾട്ടന്റ് ഫോഴ്സ് എത്രയായിരിക്കും അത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ നമ്മൾ ഓരോ നോക്കുന്ന സമയത്ത് ഇത് ഗീവൺ അല്ലേ, അപ്പൊ നമുക്കൊന്ന് മാറ്റി വയ്ക്കുക ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഫോഴ്സുകൾ നോക്കാം, ഇവിടെ എന്തൊക്കെ ഫോഴ്സസ് വരുന്നു. അപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുന്നത് ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ദ വെയിറ്റ്. എന്താണ് വർക്ക് ഡൺ ബൈ ദ വെയിറ്റ്? അപ്പൊ ഇവിടെ വെയിറ്റ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ, അതായത് mg എന്ന് പറയുന്ന വെയിറ്റ് അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ദാറ്റ് ഈസ് W1 is equal to mg ഫോഴ്സ്. ഓക്കെ, ഇത് മനസ്സിലായോ, ഫോഴ്സിന്റെ ഇക്വേഷൻ. ഫോഴ്സ് എസ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എസ് ഡിസ്പ്ലേസ്മെന്റ്. ദെൻ അതിന്റെ കോസ് തീറ്റ. അപ്പൊ ഇവിടെ ആംഗിൾ നോക്കുക, മൂവ്മെന്റ് എങ്ങോട്ടാണ്, ആ മൂവ്മെന്റ് ഈസ് അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റ് കിടക്കുന്നത്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലോട്ട് മൂവ്മെന്റ് കിടക്കുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു ആംഗിൾ അതിന് ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ആംഗിൾ. അപ്പൊ ഡൗൺവേർഡ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രി. തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി. അപ്പൊ അവിടെ കോസ് 90 എന്ന് പറഞ്ഞിട്ട് വരാം. എന്താണ് കോസ് 90? മനസ്സിലായി എങ്ങനെ തീറ്റ 90 ആയിട്ടുണ്ട്? ബിക്കോസ് നമുക്ക് അവിടെ അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ.
വെയിറ്റ് ആക്ടിന് താഴോട്ടും. മനസ്സിലായോ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടും, ഫോഴ്സ് താഴോട്ടും. കാരണം നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ വെയിറ്റ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നു നോക്കുന്നത്. അപ്പൊ അവിടെ cos 90 വരും. cos 90 എത്രയാണ്? cos 90 0. sin 90 ആണ് 1. cosന്റെ മാക്സിമം വാല്യൂ 0 ആണ്. സോ cos 90 എന്ന സമയത്ത് 0 ആയിട്ട് പോകും. അപ്പൊ അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ W1 അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് W എഴുതാം. ഓക്കെ, വെയിറ്റ് ഉണ്ട്, വർക്ക് ഒന്നും ചെയ്യുന്നില്ല നമുക്ക് പറയാം. ഇനി സെക്കൻഡ് കേസ് നോക്കുവാണ്. സെക്കൻഡ് കേസ് ദർ ഇസ് വർക്ക് ഡൺ ബൈ ദ നോർമൽ ഫോഴ്സ്. എന്താണ് വർക്ക് ഡൺ ബൈ ദ നോർമൽ ഫോഴ്സ്? നോർമൽ ഫോഴ്സ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? നോർമൽ ഫോഴ്സ് വർക്ക് ചെയ്യത്തില്ല. കാരണം അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടും വെയിറ്റ് ആക്ടിന് മുകളിലോട്ടും. ഈ താഴോട്ട് ആക്ടിന് വെയിറ്റിന്റെ കൗണ്ടർ ഫോഴ്സ് ആണ് നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് അപ്വേർഡ് ഡയറക്ഷനിലോട്ടും ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലോട്ടും. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് അതിനും എന്തില്ല, അവിടെ വാല്യൂ ഇല്ല. സോ W എന്ന് എടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? അവിടെ 0. നോർമൽ ഫോഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നില്ല, കാരണം അവിടെ cos 90 വരും. ഇനി അവിടെ ആകെ ഉള്ളത് നമ്മുടെ ട്രാക്ടറിന്റെ കേസും ഫ്രിക്ഷൻ ഫോഴ്സിന്റെ കേസുമാണ്. എന്താണ് ട്രാക്ടറിന്റെ കേസും അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്കിവിടെ മൂന്നാമത്തെ കേസ് നോക്കാം. ദർ ഇസ് വർക്ക് ഡൺ ബൈ ദ ട്രാക്ടർ. നമ്മൾ WT എന്ന് കൊടുക്കുന്നുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു FTS cos. ഇവിടെ എത്രയാണ്? ട്രാക്ടറുമായിട്ട് ഈ ഒരു സ്ലെഡ്ജിനുള്ള ആംഗിൾ എത്രയാ? ദാറ്റ് ഇസ് cos 36.9 ഡിഗ്രി ആണ്. സോ വാല്യൂസ് കൊടുക്കുക. FTന്റെ വാല്യൂ അവിടെ 5000 ആണ്. FT 5000 into 20 into 0.79 എന്ന് വരും കേട്ടോ. cos 36.9 which is equal to എത്ര കേട്ടോ? അവിടെ ഈ WT ട്രാക്ടർ ചെയ്യുന്ന വർക്ക് അവിടെ ഏതാണ്ട് ഒരു 80,000 ജൂൾസ് വരുന്നുണ്ട്. എത്രയാണ്? അതാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഫോർവേഡിലോട്ട് മൂവ് ചെയ്യുന്നത്. 80,000 ജൂൾസ്. ഇതേപോലെ തന്നെ നാലാമതൊരു വർക്ക് നടക്കുന്നില്ലേ? നാലാമത്തെ വർക്ക് ആരാ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ. കാരണം ഇത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ആ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു കൗണ്ടർ ഫോഴ്സ് പോലെ അതിന്റെ അടിയിൽ എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ അതിന്റെ ആംഗിൾസ് നോക്കണം. സോ ഇവിടെ മൂവ്മെന്റ് ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്. cos 180 എന്ന് വെച്ചാൽ എത്രയാണ്? -1 ആണ്. മനസ്സിലായോ? cos 180 എത്രയാണ്? that is -1. So WF എന്ന് കൊടുക്കുവാണ്. that is നമ്മുടെ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്ന രീതിയിൽ WS which is equal to FS cos 180 which is equal to ഫ്രിക്ഷൻ ഫോഴ്സ് അവിടെ 3500 ആണ് into 20. ഇവിടെ cos 180 അല്ലേ? cos 180 എന്ന് പറയുന്ന സമയത്ത് this will be -1. okay, -1 ആണ് into -1. okay, into -1. that is equal to 70,000 സംതിങ് ആയിട്ടോ വരുന്നത്. 70,000 ജൂൾസ്. അപ്പൊ ഇവിടെ ആകെയുള്ള വർക്ക് ഏതൊക്കെ മാത്രം? that is the work done by the tractor and also the work done by the എന്താണ് നമ്മൾ ഇപ്പോൾ ചെയ്ത വർക്ക്? എന്താ വർക്ക് ചെയ്യുന്നത്? ഫ്രിക്ഷൻ ഫോഴ്സ്. അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്കിവിടെ ടോട്ടൽ വർക്ക് എടുക്കാം. ടോട്ടൽ വർക്ക് is equal to ടോട്ടൽ വർക്ക് എത്ര കിട്ടും? that is capital W, W1 plus W2 plus W3 plus W4 ആണ്. അത് W3യും 4 മാത്രമേ ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളൂ. സോ ടോട്ടൽ വർക്ക് is equal to 80,000 പ്ലസ് 70,000. ഓക്കെ, ടോട്ടലി നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അവിടെ 80,000 പ്ലസ് അല്ലല്ലോ, മൈനസ് അല്ലേ? ഇവിടെ മൈനസ് അല്ലേ? ഇത് -1 അല്ലേ? ഇപ്പോൾ മൈനസ്. ഓക്കെ, ഇപ്പോൾ മൈനസ് ചെയ്യാം. എത്ര കിട്ടും? 10,000 ജൂൾസ് എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അവിടെ ടോട്ടലി ഇവിടെ കിട്ടുന്ന വർക്ക് എത്രയാണ്? ദാറ്റ് ഈസ് അവിടെ 10,000 ജൂൾസ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം എന്ത് ചെയ്യേണ്ടത്? അവിടെ സോൾവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കമ്പോണന്റും അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഓരോ കമ്പോണൻസ് എന്ത് ചെയ്തു? നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അനലൈസ് ചെയ്തു. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. കാരണം അത് ആദ്യം നമ്മുടെ ആ ഒരു മനസ്സിൽ വരണം, എന്തൊക്കെയാണ് അവിടുത്തെ ഫോഴ്സ് എന്ന കാര്യം. നമുക്കിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയാസ് ഇങ്ങനെ കിട്ടും. പക്ഷേ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഫോഴ്സ്, അതാണ് ഞാൻ പറഞ്ഞു ഈ ഫോഴ്സ് ഡയഗ്രം നമ്മളവിടെ ഡ്രോ ചെയ്യണമെന്ന്. ഫോഴ്സ് ഡയഗ്രം നോക്കുന്ന സമയത്ത് നമ്മൾ 4 ആക്സിസും വരയ്ക്കുക, കോർഡിനേറ്റ്സും വരയ്ക്കുക. വരച്ചിട്ട് അവിടെ ഏതൊക്കെ കോർഡിനേറ്റ് എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതിന്റെ ആംഗിൾസ് മാർക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ടോപ്പിക്കാണ് ഈ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് ആ ടോപ്പിക്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രാം പറയുന്നില്ല. ബട്ട് S1 തന്നെ MG യൂണിവേഴ്സിറ്റി സിലബസിനകത്ത് അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. കാലിക്കറ്റിലും കേരളയിൽ അത് പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല.
ഓക്കെ. സോ അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുക, ഇതൊരു ഫ്രീ ബോഡി ഡയഗ്രം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അവിടെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതല്ല നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് റിപ്പീറ്റ് ആയി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഫ്രീ ബോഡി ഡയഗ്രം കിട്ടി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ അത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം ക്വസ്റ്റ്യനിൽ. സോ അവിടെ അപ്പോൾ നമ്മുടെ 4.4 നമുക്ക് ആ ഫ്രീ ബോഡി ഡയഗ്രം നോക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് സിലബസിൽ പ്രത്യേകിച്ച് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സുകൾ അങ്ങനെ എടുക്കാതിരുന്നത്. ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ക്ലാസ്സിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാനത് നെക്സ്റ്റ് സെക്ഷനിൽ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ എടുക്കാൻ പറ്റും, അതിൻ്റെ ബാക്കി കമ്പൗണ്ട്സും ബാക്കിയെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അതവിടെ പഠിക്കാനായിട്ട് പറ്റില്ല, ആ ഒരു പ്രോബ്ലംസ് അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എന്താണ്, a 1.5 kilogram book is sliding along a rough horizontal surface at a point A. It is moving at a 3.21 meter per second inverse. Okay, second inverse. At a point B, its speed is എത്രയാണ്, സ്പീഡ് എത്ര വരുന്നുണ്ട്, സ്പീഡ് is 1.25. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ടോട്ടൽ വർക്ക് ആസ് ഡൺ ഇൻ ദ ബുക്ക് ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബി എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസ്, രണ്ട് പോയിന്റ്സിനുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പോൾ എത്രയാണ് ടോട്ടൽ വർക്ക് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്താണ്, ഒരു വേരിയബിൾ വർക്കാണ്. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ നമുക്ക് ബുക്കിന്റെ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ് ബുക്കിന്റെ മാസ്, ബുക്ക് മാസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1.50 കിലോഗ്രാം. അതാണ് അവിടുത്തെ ബുക്ക് മാസ്, 1.50 കിലോഗ്രാം. അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു റഫ് സർഫസിൽ സ്ലൈഡ് വരുവാണ്. അപ്പോൾ അത് എ എന്ന് പറയുന്ന പോയിന്റിൽ മൂവ് ചെയ്യുന്ന സ്പീഡ്, ഓക്കെ, സ്പീഡ് എത്രയാണ്, ദാറ്റ് ഈസ് 3.21 മീറ്റർ ഇൻവേഴ്സ്. ദെൻ ബി എന്ന് പറയുന്ന പോയിന്റിൽ അത് മൂവ് ചെയ്യുന്ന എത്രയാണ്, ബി എന്ന് പറയുന്ന പോയിന്റിൽ മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ്, ദാറ്റ് ഈസ് 1.25 മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, മീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ 3.21 മീറ്റർ ഇൻവേഴ്സും ബി എന്ന് പറയുന്ന പോയിന്റിൽ 1.25 മീറ്റർ ഇൻവേഴ്സും. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് നടക്കുന്ന ഒരു വേരിയബിൾ വർക്കാണ്. അപ്പോൾ വേരിയബിൾ വർക്ക് ആണെങ്കിൽ രണ്ടിടത്ത് രണ്ട് വെലോസിറ്റീസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, നമുക്ക് മാസ് വെച്ചുകൊണ്ട് എന്ത് ഡിറ്റർമിൻ ചെയ്യാം, ചേഞ്ച് ഇൻ വെലോസിറ്റീസ് അവിടെ എടുക്കാം. അവിടെ എന്തിലോട്ട് വരും, ഇത് കൈനറ്റിക് എനർജിയിലോട്ട് വരും. സോ ഇവിടെ ഒരു വേരിയബിൾ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ കോൺസ്റ്റന്റ് വർക്ക് അല്ല, വേരിയബിൾ വർക്കാണ്. അപ്പോൾ വേരിയബിൾ വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, വി ക്യാൻ അപ്ലൈ വർക്ക് എനർജി തിയറം. ഓക്കെ, എന്ത് അപ്ലൈ ചെയ്യാം, വർക്ക് എനർജി തിയറം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വർക്ക് എനർജി തിയറം പറയുന്നത് എന്താണ്, വാട്ട് യു മീൻ ബൈ വർക്ക് എനർജി തിയറം, ദാറ്റ് ഈസ് ദ വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. മനസ്സിലായോ? അപ്പൊ നമ്മുടെ വർക്ക് എനർജി തിയറം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. W is equal to half m1 ആണെങ്കിൽ m2 സെയിം ആണെങ്കിൽ mv2 സ്ക്വയർ മൈനസ് ഹാഫ് mv1 സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് വെലോസിറ്റീസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ വെലോസിറ്റീസ്? വി ഹാവ് ദ v2 വെലോസിറ്റി. v2 വെലോസിറ്റി എത്രയാണ്? v2 മീൻസ് സെക്കൻഡ് വെലോസിറ്റി എത്രയായിരിക്കും? 1.25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ദെൻ v1 എത്രയായിരിക്കും? v1 is equal to 3.21 meter inverse, okay, per meter. അപ്പോൾ നമ്മളിവിടെ വർക്ക് ലോഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഇസ് W is equal to എന്ത് കിട്ടാം, ഹാഫ് ഇൻറ്റു 1.50 ഇൻറ്റു 1.25 സ്ക്വയർ വെലോസിറ്റി സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു 1.50 ഇൻറ്റു 3.21 സ്ക്വയർ. ഓക്കെ, സോ എന്ത് ചെയ്യുക, വാല്യൂസ് നോക്കാം. വാല്യൂസ് എടുക്കുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 1.1718. നിങ്ങളിത് കാൽക്കുലേറ്റ് ഒന്ന് ചെയ്ത് നോക്കണം. ഇതെല്ലാ വാല്യൂസ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ പ്രോബ്ലംസ് ഒരിക്കലും കാണാതെ ഇതിലിപ്പോൾ കണ്ടെന്ന് എഴുതിയെടുത്ത് അങ്ങനെ മാത്രം പഠിക്കരുത്. എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്നുകൂടി സോൾവ് ചെയ്യണം. അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം പല രീതിയിലെ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഉണ്ടാവും. ബട്ട് എന്നിരുന്നാലും നിങ്ങൾ പ്രോബ്ലംസ് അവിടെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ അവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ W is equal to -6.55 ജെയിനാണ് ജൂൾസ് കിട്ടിയത്. അപ്പോൾ വർക്ക് ഇപ്പോൾ എന്താണ്? നെഗറ്റീവ് വർക്കാണ്. നാച്ചർ ഓഫ് ദ വർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക്. അപ്പോൾ ഈ വർക്ക് അവിടെ ശരിക്കും ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവിടെ നെഗറ്റീവ് വാല്യൂ കിട്ടി. നോർമൽ വർക്ക് അതിന് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അത്. അപ്പോൾ നെഗറ്റീവ് വർക്ക് ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾസ് എന്തിന് ബിറ്റ്വീൻ ആയിരിക്കും? അപ്പോൾ നെഗറ്റീവ് വർക്ക് ആണെങ്കിൽ നമ്മുടെ ആംഗിൾസ് എങ്ങനെയായിരിക്കും?
which will be less than or greater than ആയിരിക്കോ 90 ഡിഗ്രിക്ക്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ബട്ട് ലെസ് ദാൻ 180. 180ക്കും 90ക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും ഇവിടെ ആംഗിൾ സൈഡ്. നമുക്കിപ്പോൾ ആംഗിളോട്ട് പോകേണ്ട അതിൽ ജസ്റ്റ് വർക്കാണ് നമുക്ക് നിൽക്കുന്നത്. അവിടെ നമുക്കിപ്പോൾ ഫോഴ്സ് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വർക്കിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓക്കെ, ഡയറക്റ്റ് വർക്കിലോട്ട് ആംഗിൾസ് എടുക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ വർക്ക് മാത്രമേ ഇവിടെ നിർമ്മിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നാച്ചർ ഓഫ് ദ വർക്ക് ഡയറക്റ്റ് ഇപ്പോൾ മൈനസ് കിട്ടിയാൽ അവിടെ എഴുതുക ഇറ്റ് എ നെഗറ്റീവ് വർക്ക്, പോസിറ്റീവ് വർക്ക് എഴുതുക, സീറോ ഇട്ടിൽ സീറോ വർക്കാണെന്ന് എഴുതുക. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് എഴുതേണ്ട അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്, 5 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ടൊക്കെ ഒരു ഐഡിയാസ് കിട്ടിക്കാണും, എങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടിക്കാണും. അതിൽ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് ചിന്തിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യനൊക്കെ അങ്ങനെയാണ്, ചിന്തിക്കണം അവിടെ എന്തൊക്കെ ഫോഴ്സസ് വരാം. ഓക്കെ, അത്രയും ലെവലിലോട്ട് പോയാലേ അതിൻ്റെ ആൻസേഴ്സ് നമുക്കവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ബട്ട് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതവിടെ ആ ഒരു രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും, ആ ഒരു ലെവലിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നോക്കുക, നമുക്ക് എന്ത് ചെയ്യാം ഇല്ല ഇനി കണ്ടിന്യൂസ് ടോപ്പിക്സ്, അതായത് ഇനി നമുക്ക് ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇതിനകത്ത് തന്നെ. ഈ ചാപ്റ്റേഴ്സിൽ മറ്റ് ചാപ്റ്റേഴ്സിലും ഉണ്ട്, ഓസ്ലേഷൻസിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് വരുന്ന സെക്ഷൻസാണ്. സോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് പാർട്ടുകളിൽ അവിടെ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ നോക്കുക, ഏതെങ്കിലും ടോപ്പിക്സിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, പേഴ്സണലി കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചോദിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം.